ചൂടിൽ പുറത്തിറങ്ങിയാൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാലക്കാടൊക്കെ സൂര്യാഘാതമേറ്റ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്താണ് സൂര്യാഘാതം എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം സൂര്യാഘാതം എന്ന വാക്ക് ഈ വെയിൽ ഇത്ര കനക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സൂര്യാഘാതം സംഭവിക്കുന്നത്, എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുന്ന ഒരു സാഹചര്യമാണ് സൂര്യാഘാതം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കൊടും ചൂടിൽ ശരീരത്തിലെ താപം പുറത്തു കളയാൻ തടസ്സം നേരിടുന്ന അവസ്ഥ, അതുമൂലം ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും തകരാറിലാകുന്ന ഒരു സാഹചര്യം. അതായത് നമ്മുടെ ശരീരം അനുവർത്തിച്ചു പോരുന്ന നമ്മുടെ പല കാര്യങ്ങളും തകരാറിലാകുന്ന അവസ്ഥ, അതാണ് സൂര്യാഘാതത്തിന് പ്രധാന കാരണമായി വരുന്നത്. താപനിയന്ത്രണ സംവിധാനം പൂർണ്ണമായും തകരാറിലാകും. ഈ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, അതായത് സൂര്യാഘാതം ഏറ്റെന്ന് എങ്ങനെ മനസ്സിലാകുമെന്നതാണ്. ഉയർന്ന ശരീരതാപം, നമ്മുടെ ശരീരത്തിന്റെ താപനില കുത്തനെ ഉയരുന്നു. അതായത് പനിയൊക്കെ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ശരീരതാപം ഉണ്ടാകും. ഈ ശരീരത്തിൽ ഒരു ചുവന്ന കളർ രൂപപ്പെടും, ചുവന്ന നിറം രൂപപ്പെടും. അങ്ങനെ വറ്റി വരണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ത്വക്കൊക്കെ മാറും. അങ്ങനെ ഒരു ചുവന്ന നിറത്തിലായി മാറും ശരീരം. അതോടൊപ്പം ശക്തമായ തലവേദനയും തലകറക്കവും അനുഭവപ്പെടും. സൂര്യാഘാതമേറ്റവർക്കുള്ള പ്രധാന ലക്ഷണമാണ് ഈ തലകറക്കവും തലവേദനയും. നമ്മുടെ മാനസികാവസ്ഥയിലും പല മാറ്റങ്ങളും ഉണ്ടാകും. മന്ദഗതിയിലുള്ള നാഡിമിടിപ്പ്, നമ്മുടെ പൾസ് വളരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചില സമയങ്ങളിൽ ആളുകൾ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ അബോധാവസ്ഥ സംഭവിക്കും. നമുക്കറിയാം, കനത്ത വെയിലിൽ നമുക്ക് പലപ്പോഴും തലകറക്കമൊക്കെ അനുഭവപ്പെടുന്നതാണ്. സൂര്യാതാപവും പ്രശ്നമാണ്. ശരീരം ചുവന്നു തടിക്കും. അതോടൊപ്പം ആ ഭാഗങ്ങളിൽ സൂര്യാതാപം ഏറ്റിടങ്ങളിൽ വേദന അനുഭവപ്പെടാം, പൊള്ളൽ അനുഭവപ്പെടാം. കഠിനമായ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് കൊണ്ടാണ് ഈ സൂര്യാതാപവും ഏൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ചെറിയ കുമിളകളൊക്കെ ഉണ്ടാകും. ആ കുമിളകൾ പൊട്ടിക്കാതിരിക്കണം. ഒപ്പം അത് ചികിത്സ തേടുകയാണ്. ഉടൻ തന്നെ ഏതെങ്കിലും അടുത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വയം ചികിത്സ നല്ലതല്ല. ഈ സൂര്യാഘാതം ഏറ്റാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വെയിലത്താണെങ്കിൽ അവിടെ നിന്ന് മാറി തണലത്ത് വിശ്രമിക്കണം. കട്ടി കൂടിയ വസ്ത്രങ്ങളാണെങ്കിൽ അത് അഴിച്ചു മാറ്റണം. ഒപ്പം തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ സൂര്യാഘാതം ഏറ്റെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ. ഈ സൂര്യാഘാതം ഏറ്റാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ധാരാളം വെള്ളം കുടിക്കണം, ശരീരം തണുപ്പിക്കണം. വെള്ളം കുടിക്കുന്തോറും നമ്മുടെ ശരീരത്തിലെ താപനില കുറയും. അതിന് ഏറ്റവും അനിവാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത്. ഒപ്പം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിക്കണം. ഏറ്റവും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ വെയിലേറ്റ് കഴിഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും തലകറക്കമോ തലവേദനയോ അനുഭവപ്പെടുന്നവർ ഇത് അതിൻ്റെ ഒരു ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. ഒപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന നിറം മാറ്റമോ കുമിളകളോ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഉടൻ തന്നെ ചികിത്സ തേടുക എന്നതാണ്. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കണം. വസ്ത്രങ്ങൾ അയഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഏതായാലും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കുട ചൂടുക അല്ലെങ്കിൽ തൊപ്പി ധരിക്കുക. അങ്ങനെ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഈ കൊടും ചൂടിൽ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ചില രാജ്യങ്ങളിലും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും ഒക്കെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന പലയിടങ്ങളുമുണ്ട്.